ഹേ ഗായ്സ് നമുക്ക് മാജിക് ചെയ്യാനൊക്കെ പാർട്സ് എടുത്ത് നന്നായി ഷഫിൾ ചെയ്യാം. ഏകദേശം സ്പെക്ടേറ്ററിനോടൊന്നില്ലെങ്കിൽ ഇഷ്ടമുള്ള കാർഡ് എടുക്കാൻ പറയുക, അല്ലെങ്കിൽ ഇഷ്ടമുള്ള സ്റ്റോപ്പ് പറയാൻ പറയുക. സ്റ്റോപ്പ് പറഞ്ഞു, ഇപ്പോൾ ഇവിടെ സ്റ്റോപ്പ് പറഞ്ഞു വയ്ക്കുക, കാർഡ് ഇവിടെ വയ്ക്കുക. ഞങ്ങൾക്ക് കാണിച്ചു തരാം, ഞാൻ തിരിഞ്ഞിക്കാം, ക്യാമറ കാണിച്ചു തരാം. ഓക്കെ, അത് കണ്ടില്ലേ? അതിനുശേഷം നമ്മൾ സ്പെക്ടേറ്ററിനോട് ഷഫിൾ ചെയ്യാൻ പറയാൻ നമ്മൾ ഷഫിൾ ചെയ്യാം. അതിനുശേഷം ഇഷ്ടമുള്ള സ്റ്റോപ്പ് പറയാൻ പറയുക, സ്പെക്ടേറ്റർ ഇവിടെ സ്റ്റോപ്പ് പറഞ്ഞു വയ്ക്കുക. അവരുടെ കാർഡ് അവിടെ എടുത്ത് വെച്ചതിന് ശേഷം ബാക്കിയുള്ള കാർഡ്സ് ഇതിൻ്റെ മുകളിൽ ട്രിബിൾ ചെയ്ത് വെക്കുക. അതിനുശേഷം നമുക്ക് രണ്ടു മൂന്ന് കട്ട്സ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മളിവിടെ വെച്ചിട്ട് സ്പെക്ടേറ്ററിനോട് ഇങ്ങനെ കട്ട് ചെയ്യാൻ പറയാം. ഓക്കെ, സ്പെക്ടേറ്ററിനോട് കട്ട് ചെയ്യാൻ പറഞ്ഞാലും കുഴപ്പമില്ല. ഓക്കെ, എങ്ങനെയായാലും കുഴപ്പമില്ല. രണ്ടു മൂന്ന് കട്ട്സ് ഒക്കെ ചെയ്ത് ജസ്റ്റ് ഓക്കെ. അതിനുശേഷം നമ്മളിങ്ങനെ കാർഡ് സ്പ്രെഡ് ചെയ്യുക. അപ്പോൾ അവരോട് പറയാം കാർഡ്സ് ഫുള്ളി കംപ്ലീറ്റ്ലി ഷഫിളായിട്ടിരിക്കുകയാണ്. ജസ്റ്റ് അങ്ങനെ ഇതാക്കാം. ഓക്കെ, ഇതിങ്ങനെ ഫീൽ ചെയ്യാം. ഓക്കെ, നിങ്ങളുടെ കാർഡ് 5 ഓഫ് ഹാർട്സ് ആണോ? അത് നമുക്ക് ആ മാജിക് ചെയ്യാൻ നോക്കാം. അതിനായിട്ട് നമ്മൾ ഡെക്ക് ഓഫ് കാർഡ്സ് എടുക്കുക, നന്നായിട്ട് ഷഫിൾ ചെയ്യുക. നമുക്ക് കാർഡ് മാജിക്കിൽ സെറ്റപ്പ് ഒന്നും ഇല്ല. ഈ മാജിക്കിൽ നമുക്ക് ഏതെങ്കിലും ഡെക്ക് ഓഫ് കാർഡ്സ് എടുക്കുക. അപ്പോൾ അവരുടെ ഡെക്ക് ഓഫ് കാർഡ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്യാം. കംപ്ലീറ്റ്ലി ഷഫിൾ അവർക്ക് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഓക്കെ, അവരോട് വേണമെങ്കിൽ ഷഫിൾ ചെയ്യാനും പറയാം, ഒന്നും വിഷയമില്ല. എന്നുവെച്ചാൽ അവരോട് ഇപ്പോൾ ഏതെങ്കിലും ഒരു കാർഡ് എടുക്കാൻ പറയാം. അപ്പോൾ അവർ എക്സാമ്പിളിന് ഈ കാർഡ് എടുത്തിരിക്കുക, 5 ഓഫ് ഡയമണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ അവരോട് ഇഷ്ടമുള്ള സ്റ്റോപ്പ് പറയാൻ പറയാം. അപ്പോൾ ഇത് തൊട്ടിട്ടാണ് നമ്മളെ മാജിക്കിൻ്റെ മെയിൻ ഇത് തുടങ്ങുന്നത്. നമ്മൾ ഇഷ്ടമുള്ള സ്റ്റോപ്പ് പറയാൻ പറയുക. അപ്പോൾ അവരിവിടെ സ്റ്റോപ്പ് പറഞ്ഞിരിക്കുക. അപ്പോൾ ഇവിടെ മതിയോ നമ്മളിങ്ങനെ ചോദിക്കുക കൈകൊണ്ട്. ആ സമയത്ത് നമ്മൾ ഇങ്ങനെ കാണിക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ടത് ഈ കാർഡാണ്. ഇതാണ് നമ്മുടെ കീ കാർഡ്. ഓക്കെ, നമ്മളിതേപോലെ തന്നെ ഇഷ്ടമുള്ള സ്റ്റോപ്പ് പറയാൻ പറഞ്ഞിട്ട് ഇവിടെ മതിയോ എന്ന് ഇങ്ങനെ ചോദിക്കുക. ഇവിടെ എല്ലാം ചോദിക്കുന്ന സമയത്ത് നമ്മൾ ഇത് കാർഡ് നോക്കുക. അവർക്ക് കാണിച്ചു കൊടുക്കണ്ട, നമ്മൾ നോക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ കീ കാർഡ്. ഇത് നമ്മൾ മറന്നു വരുന്നത്. അതിനുശേഷം നമ്മൾ അവരുടെ കാർഡ് എടുത്തതിന് ശേഷം അവിടെ വയ്ക്കുക. അതിനുശേഷം നമ്മുടെ കീ കാർഡ് അതിന് മുകളിൽ വരുന്ന രീതിയിൽ ഇങ്ങനെ ബാക്കി ഇങ്ങനെ ഇടുക. അതിനുശേഷം നമ്മൾ ചെയ്യണത് ഫേക്ക് കട്ട്സ് ആണ്. ഇവിടെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ കട്ട് ചെയ്യുക. ഇങ്ങനെ 3 പാർട്ടായിട്ട് അതേപോലെ തിരിച്ചെടുക്കുക. ഓക്കെ, ഇപ്പോഴൊന്നും നമ്മുടെ ഓർഡർ മാറില്ല. ജസ്റ്റ് അവർ ഷഫിൾ ചെയ്യാൻ തോന്നും ചെയ്യും. അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റും, നമുക്ക് കുറച്ച് കാർഡ്സിനെ എടുക്കുക, മോളിക്ക് ഇടുക. ഇതും ഫേക്ക് ഷഫിൾ പോലെയാണ്. അതായത് ഒന്നിച്ചിനെ ഇങ്ങനെ ഷഫിൾ ചെയ്യരുത്, നമ്മളിങ്ങനെ എടുക്കുക, മോളിക്ക് ഇടുക. അങ്ങനെ സ്പീഡ് ചെയ്യുമ്പോൾ തോന്നും. ഓക്കെ, അതിനുശേഷം നമ്മുടെ കീ കാർഡ് ഇപ്പോൾ 10 ഓഫ് ഡയമണ്ട് ആണ്. 10 ഓഫ് ഡയമണ്ടിൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കാർഡായിരിക്കും അവരുടെ കാർഡ്. എന്ന് വെച്ചാൽ നമ്മുടെ കീ കാർഡിൻ്റെ റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കാർഡായിരിക്കും അവരുടെ കാർഡ്. അപ്പോൾ ഇങ്ങനെ പരത്തുക. അതിനുശേഷം നമ്മൾ 10 ഓഫ് ഡയമണ്ട് എവിടെയാണ് നമ്മൾ നോക്കണം. അപ്പോൾ 10 ഓഫ് ഡയമണ്ട് ഇവിടെയാണ്. അപ്പോൾ അങ്ങനെ ഐക്യനെ പോയി ആദ്യം എടുക്കുമെന്ന് വേണ്ട, നമ്മളിങ്ങനെ ഫീൽ ചെയ്യുന്ന പോലെ കാണിക്കുക. ജസ്റ്റ് അവരോട് മനസ്സിലൊന്ന് വിചാരിക്കാനൊക്കെ പറഞ്ഞതിന് ശേഷം ഇങ്ങനെ ഫീൽ ചെയ്യുക. അതിനുശേഷം നമ്മൾ 10 ഓഫ് ഡയമണ്ട് റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന കാർഡ് നോക്കുക. ജസ്റ്റ് എന്നിട്ട് വേണമെങ്കിൽ നമുക്ക് തല ഇതിലില്ല എന്നൊക്കെ പറയാൻ മാറ്റിക്കൊക്കെ ചെയ്യാം. അതിനുശേഷം നിങ്ങളുടെ കാർഡ് 5 ഓഫ് ഡയമണ്ട് അല്ലേ വന്നെടുത്ത് കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ ഇതാണ് ഇതുപോലത്തെ മാജിക് വീഡിയോസ് കിട്ടാനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളാം.